എൻ്റെ കൂടെ ഉള്ളത് നീറ്റ് 2025-26 വർഷത്തിലെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ നന്നായിട്ട് എഴുതി നല്ല മാർക്ക് വാങ്ങിയിട്ടുള്ള അജ്മയാണ്. ഈ ഒരു ഫ്രീ ആയി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, മാർക്കൊക്കെ എക്സ്പെക്ട് ചെയ്ത് നീറ്റ് കിട്ടും, കട്ട് ഓഫ് നമുക്ക് പ്രഡിക്ഷനിലൊക്കെ ആണെങ്കിലും അജ്മക്ക് അതിനേക്കാട്ടിലൊക്കെ നല്ല മാർക്ക് ഉണ്ട് നമുക്കറിയാം. മാർക്ക് എന്തായാലും ഇപ്പോൾ നമ്മൾ റിവീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അജ്മേൻ്റെ ഫീലിംഗ് എന്താണ്? എക്സാംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇരിക്കുക, എന്തോ ഒന്നും ഇല്ലാത്ത പോലെ, ഒന്നും ചെയ്യാത്ത പോലെ തോന്നും, പ്രൊഡക്റ്റീവ് വരാത്ത പോലെ തോന്നും. ഇത് ആക്ച്വലി എല്ലാ കുട്ടികളും ചിലപ്പോൾ മേ ബി ഈ ഒരു ഫേസിലൂടെ ആവില്ല കടന്നു പോയിട്ടുണ്ടാവുക. നീറ്റ് എഴുതി എക്സ്പെക്റ്റഡ് സ്കോർ മീറ്റ് ചെയ്യാത്ത പല കുട്ടികളും ഈ ഒരു ഫേസിലാവില്ല, ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലാണ് ഉണ്ടാവുന്നത്. DNA വന്ന സമയത്ത് അജ്മക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? DNA വന്ന സമയത്ത് ഭയങ്കര റിലാക്സ് ആയിട്ട് ഞാൻ പഠിച്ചത്. ലൈക്ക് സ്ട്രെസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ ഒരു എക്സാമിൻ്റെ ലൈക്ക് ആ ഒരു സ്ട്രെസ് ഉണ്ടെന്നല്ലാണ്ട് എക്സ്റ്റേണലായിട്ട് നമുക്കൊരു സ്ട്രെസ് ഉണ്ടായിട്ടില്ല. സാറുമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല രീതിയിൽ പ്രഷറൈസിങ് ഇല്ല അല്ലേ? തീരല്ല. നമ്മളെ പ്രത്യേകിച്ച് ആക്യു സാറെ കാര്യം എടുത്തു പറയണം അല്ലേ. ആക്യു സാർ വന്നിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുള്ളൂ, ഒരിക്കലും എന്ത് ചെയ്യാറില്ല, കുട്ടികളെ ഡീമോട്ടിവേറ്റ് ചെയ്യുക, പ്രഷറൈസ് ചെയ്യുക ചെയ്യാറില്ല. അപ്പോൾ സാറ് ഫുൾ ടൈം ഈ ക്യാമ്പസിൽ ഉണ്ടാവും. അതുപോലെ മഞ്ചേരി നമുക്ക് ക്യാമ്പസ് ഉണ്ട്, കോഴിക്കോടും ക്യാമ്പസ് ഉണ്ട്. മഞ്ചേരി ക്ലാസ് എപ്പോൾ കഴിഞ്ഞാലും സാറൊന്ന് കോഴിക്കോട് വന്നിട്ട് സാറിൻ്റെ വീട്ടിൽ പോകാറുള്ളൂ. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തെ ഒരുപാട് ദിവസങ്ങളുണ്ടാവും. ചില ദിവസങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് കാണാനുണ്ടാവും, ചില ദിവസങ്ങളിൽ ക്ലാസ് കാണാനുണ്ടാവില്ല, ചില ദിവസങ്ങളിൽ ക്ലാസ്സേ ഉണ്ടാവില്ല, ഹോളിഡേ ആവും. അത്തരം ദിവസങ്ങളിൽ അജ്മക്ക് പഠിക്കാനും ബാക്കി കാര്യങ്ങൾക്ക് എത്ര സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു? എനിക്ക് ക്ലാസ് കാണാൻ കുറച്ച് ഞാൻ സ്ലോ ആണ്, എന്നാലും മാക്സിമം ഞാൻ സ്പീഡിൽ കണ്ടുവെക്കും. നോട്ട്സൊക്കെ എഴുതിയെടുക്കുക, പിന്നെ ബാക്കി ടൈം ഞാൻ ആ പഠിച്ച ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. നമുക്ക് വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാമല്ലോ. റെസിഡൻഷ്യൽ ക്യാമ്പസ് ആവുന്ന സമയത്ത് ഫോണും കയ്യിലില്ല, പിന്നെ പഠിച്ചേ പറ്റൂ. ടാബാണ് ആകെ എന്റർടൈൻമെന്റ്, അതിന് ക്ലാസ് കാണാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം കുട്ടികൾ വേറെ ഒന്നും അറിയില്ല, പുറം ലോകമായിട്ട് എന്തില്ല ആക്ച്വലി ഒരു ബന്ധമില്ല. അത് ഭയങ്കര ബെനിഫിറ്റ്സ് ആവും. ആക്ച്വലി DNA സിസ്റ്റം അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? അതായത് നമുക്ക് പ്രീ പ്ലാൻ ചെയ്യാം. ഓരോ വീക്ക് നമുക്ക് ഓരോ വീക്കിൽ തന്നെ പറയും, ഈ വീക്കിൽ നമുക്ക് ഇത്ര ടോപ്പിക്സ് ആണ് കവർ ചെയ്യുക, ആരൊക്കെയാണ് എടുക്കുക, ഏതൊക്കെ സമയത്താണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ സ്വയം സ്കെഡ്യൂളൊക്കെ നമുക്ക് തന്നെ ഇടാം. പിന്നെ നമുക്ക് ഡൗട്ട് ക്ലിയറൻസിന് സാറുമാർ വരുന്നു. അത് ഭയങ്കര ഇപ്പം നമുക്ക് അഥവാ അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിലാണെങ്കിലും മിസ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓരോ ടോപ്പിക് വൈസ് എക്സാം ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് തൊട്ട് നമുക്ക് 720 തന്നെ എക്സാം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ടോപ്പിക് വൈസും ചാപ്റ്റർ വൈസും എക്സാം ഒക്കെ ഉണ്ടാവുന്നു. നമ്മുടെ ബൾബ് ബുക്കിന്റെ കാര്യം എങ്ങനെയാണ്? ബൾബ് ബുക്ക് ആക്കി സാർ ഫസ്റ്റ് വരെ പറഞ്ഞു വേണമെന്ന്. അത് ലാസ്റ്റ് നമ്മൾ റിവിഷൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു വില അറിയാം. നമുക്കൊരു ചാപ്റ്റർ വെച്ചിട്ടാണ് ബൾബ് ബുക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തത്. നമുക്ക് അതും തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന തോന്നും ഇടയ്ക്കിടയ്ക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യും. എന്തായിരുന്നു അവസ്ഥ റീനീറ്റ് വന്ന സമയത്ത്? ഞാനപ്പോൾ ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നു വെറുതെ, അപ്പോഴേന് ഷോൺ സാർ വിളിച്ചിട്ട് അജ്മ നീറ്റ് ക്യാൻസൽ ചെയ്ത് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ കരഞ്ഞു. ലൈക്ക് ഞാൻ ഒന്നുകൂടി ഇത് പഠിക്കണ്ടേ എന്നുള്ളൊരു ഇതിലേനു. പിന്നെ അമ്മ പറഞ്ഞു ചിലപ്പോൾ ഇതിലും നല്ല റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും അങ്ങനെ പറഞ്ഞു. ലൈക്ക് കുഴപ്പമില്ല. അതിനുശേഷമുള്ള പഠനം അതെങ്ങനെയായിരുന്നു? ആക്ച്വലി അതിനുശേഷം ഞാൻ തിയറി വായിച്ച സമയം കഴിഞ്ഞിട്ടേ ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യൽ മാത്രമേ. നമുക്ക് ആൾട്ടർനേറ്റീവ് ഡേയ്സിലും എക്സാം ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് കാപ്പ് ഫുൾ ഡേ മോക്ക് എക്സാം ഉണ്ടായിരുന്നു. എക്സാം ചെയ്താ അനാലിസ് ചെയ്യാം. പിന്നെ ഞാൻ സ്വന്തമായിട്ടും കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ബയോ റീഡിങ് തന്നെയായിരുന്നു. പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ടഫ് എപ്പോഴും പറയും നല്ല ടഫ് ആവാ, പക്ഷെ നിങ്ങൾ 1 ക്വസ്റ്റ്യൻ അറ്റ് ടൈം എന്നുള്ള രീതിയിൽ അറ്റൻഡ് ചെയ്ത് പോവാ, അങ്ങനെയാണ് പറഞ്ഞത്. സാർ പ്രീ പ്ലാൻ ചെയ്തു ടഫ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ DNA എക്സാം സീരീസിനെ കുറിച്ചാണ്. ടോട്ടൽ അജ്മ എത്ര എക്സാം എഴുതിയിട്ടുണ്ടാവും? എണ്ണങ്ങളില്ലാത്ത അത്ര എഴുതിയിട്ടുണ്ട്. വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് എങ്ങനെയാണ് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു? വീട്ടിൽ നിന്ന് ഞാൻ മെയിൻലി ക്വസ്റ്റ്യൻസ് ഞാൻ ഇരുന്നാൽ കഴിയുള്ളൂ. ഞാൻ ബയോ എടുത്തിട്ടാ പോവല്. ബയോ ഞാൻ ഇങ്ങനെ വായിക്കും. നമ്മുടെ ഫാക്കൾട്ടി ലൈനപ്പ് നമുക്കറിയാം, എല്ലാം സീനിയേഴ്സാണ്. റഷീദ് സാർ ആണെങ്കിൽ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഭയങ്കര ഹെൽപ്ഫുൾ. അവർക്ക് അറിയാം എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് വരിക. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു പറഞ്ഞുതരും, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക, ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞുതരും. പിന്നെ ഡൗട്ട് ചോദിച്ചാലും അവരതിന് കൂടുതൽ പറഞ്ഞുതരും. ചോദിക്കുന്നതിനേക്കാളും കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ടാണ് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാം. ഈ ഒരു വർഷം നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ള കാര്യങ്ങൾ? റിസൾട്ട് എന്താവും ആലോചിച്ച് ടെൻഷൻ എടുക്കുന്നതിന് പകരം മാക്സിമം എഫേർട്ട് ഇടുക. എന്തായാലും ചെയ്ത ഹാർഡ് വർക്കിന് എന്തായാലും റിസൾട്ട് ഉണ്ടാവും. ഇത്രയാണ് നമുക്ക് അജ്മയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഉള്ളത്. അപ്പം അജ്മയുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളും അജ്മയും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഒരു 1 to 2 വീക്കോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ആ റിസൾട്ട് ഔട്ടാവും. അപ്പോൾ നല്ലൊരു റാങ്ക് ഉണ്ടാവട്ടെ അജ്മയ്ക്ക് എന്നുള്ളത് ആശംസിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു സെഷനോടെ വൈൻഡപ്പ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.